ഗൈസ്, നമ്മൾ ഇന്നൊരു സൈലന്റ് ഡേറ്റിന് പോവാണ്. വേറെ ആരുടെ കൂടെ അല്ല, അമ്മയുടെ ഫ്രണ്ടിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആൻഡ് നമ്മൾ കാറിലായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ആന്റിക്ക് നാനോപ്ലാസ്റ്റ് ചെയ്യാനായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സലൂണിൽ. നമ്മൾ അവിടെ ചെന്നപ്പോഴായിരുന്നു ആ സത്യാവസ്ഥ മനസ്സിലാക്കിയത്. 7 hours അടുപ്പിച്ച് വേണമായിരുന്നു നാനോപ്ലാസ്റ്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ വിചാരിച്ചു ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ടൈം ഉണ്ടല്ലോ, സോ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ വെട്ടുന്ന സ്ഥലത്ത് നല്ല വട്ടവും വെട്ടിയത്, അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ. ഇതാണ് എനിക്ക് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. എങ്ങനെയാണോ റെഫറൻസ് ആയിട്ട് കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആൻഡ് ഫൈനൽ തിങ്, നമുക്ക് കസ്റ്റമർ സർവീസിനെ പറ്റി പറയാതിരിക്കാനേ പറ്റില്ല. പിന്നെ നമ്മൾ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്ക് ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോഴേക്കും ഒരു ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ. ആൻഡ് അവിടുത്തെ ആംബിയൻസ് നല്ല ആട്ടോ. രാവിലെ 9 മണിക്ക് പോയ നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 8:30-9 മണി അടുപ്പിച്ചായി വീടെത്തിയപ്പം കേട്ടോ. ദെൻ നാനോപ്ലാസ്റ്റിക് ചെയ്ത് ആന്റിയുടെ മുടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതും ഒരു രക്ഷയില്ല, എക്സ്പെക്ട് ചെയ്തതിലും കിഡുമായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഗൈസ്, അങ്ങനെ നമ്മൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. നമ്മൾ പാർക്കിങ്ങിന്റെ അവിടെയാണ് നിൽക്കുന്നത്. ആൻഡ് ഞാൻ കേറിയിട്ട് വരാം. ഓക്കെ, ബൈ. കണ്ടില്ലേ, നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറിലൊക്കെ കയറി സുഖമായിട്ട് നമ്മൾ വീടെത്തിയിട്ടുണ്ടായിരുന്നേ. വീടെത്തിയപ്പം പുറത്ത് തന്നെ നമുക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ ഹെയർ കട്ടും ആന്റിയുടെ നാനോപ്ലാസ്റ്റ് ചെയ്ത ഹെയറും ഒക്കെ കാണാനായിട്ട്. ആൻഡ് ഞങ്ങളുടെ ഹെയർ കാണിച്ചപ്പോ അമ്മയുടെ ഫേസിലുണ്ടായ എക്സ്പ്രഷൻ ആണ് ഇത്. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോ ഓക്കെ, ബൈ ഗൈസ്.